ഏറെ ദുഃഖകരവും പ്രയാസകരവുമായ വാർത്തയാണ് നാം ഇന്നലെ കേട്ടത്. 23 വയസ്സുള്ള പയ്യൻ അവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ വളരെ ക്രൂരമായി കൊല ചെയ്തിരിക്കുന്നു. സ്വന്തം മാതാവിനെ അതിക്രൂരമായി പരിക്കേൽപ്പിച്ച് അവരിന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ആ കൊല ചെയ്യപ്പെട്ടവരിൽ അവൻ്റെ പിതാവിൻ്റെ ഏറ്റവും പ്രായമായ 90 വയസ്സ് കഴിഞ്ഞ മാതാവുണ്ട്. പിതൃ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട്. സ്വന്തം അനുജനുണ്ട്. ഒരു സുഹൃത്തായ പെൺകുട്ടിയുമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? അവർക്കെവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിക്കുന്നത്? ആരാണിത് വിതരണം ചെയ്യുന്നത്? എവിടെ നിന്നാണ് ഈ മയക്കുമരുന്നുകൾ വരുന്നത്? ആരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി? സർക്കാർ എന്തുകൊണ്ടാണ് ഇതിന് തടയിടാത്തത്? സർക്കാർ എന്താണ് ഇത് വിതരണം ചെയ്യുന്നവരെയും വിൽക്കുന്നവരെയും കണിശമായി നേരിടാത്തത്? യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്. അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലയോ വിശ്വസിച്ചവരെ, മദ്യവും എന്നതിന് കൊടുത്ത അറബി വാക്ക് ഖംറ് എന്നാണ്. ഖംറ് എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും അവക്ക് മുന്നിൽ അമ്പുകൊണ്ട് ഭാഗ്യം നോക്കുന്നതുമെല്ലാം പൈശാചിക വൃത്തികളിൽപ്പെട്ട മാലിന്യങ്ങളാകുന്നു. അതൊക്കെയും നിങ്ങൾ വർജിക്കുക. അപ്പോൾ മദ്യപാനം എന്നത് പിശാചിൻ്റെ അഥവാ ഷെയ്ത്താൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. മദ്യപാനം അഥവാ ഖംറ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഖംറ് ഉപയോഗിക്കൽ പിശാചിൻ്റെ ഷെയ്ത്താൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണെങ്കിൽ അത് വിളമ്പുന്നവനും അതിന് അനുമതി കൊടുക്കുന്നവനും അതിന് നാട്ടിൽ വിളമ്പാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നവനും അതിന് അനുമതി കൊടുക്കുന്നവനുമെല്ലാം പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് ഈ വിശുദ്ധ ആയത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി എന്താണ് ഖംറ് എന്ന് നമുക്ക് പരിശോധിക്കാം. ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീൽ ബുഖാരിയിലെ 55-88 ഹദീസിൻ്റെ മുകളിൽ കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ്: ബാബു മാ ജാ ഫി അന്നൽ ഖംറ മാ ഖാമറൽ അഖില. ഖംറ്, നമ്മൾ മദ്യം എന്ന് പറയുന്ന ഖംറ് അതെന്താണെന്ന് ചോദിച്ചാൽ മാ ഖാമറൽ അഖില, അഖിലിന് അഥവാ ബുദ്ധിക്ക് മറയിടുന്നതാണ് ഖംറ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹദീസ് 55-85 ഹദീസ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി നൽകുന്ന സാധനങ്ങളും അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറയുന്ന ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു ഹജറിൽ അസ്കലാനി പറയാണ്, കുല്ലു മുസ്കിരിൻ ഹറാമും, എല്ലാ ലഹരി നൽകുന്നതും ഹറാമാണ്. അല തഹരീമി മാ യുസ്കിറു വലൗ ലം യകുൻ ശറാബൻ, അത് പാനീയമല്ലെങ്കിലും, അത് മദ്യം ഇങ്ങനെ കുടിക്കുന്നത് അല്ലെങ്കിൽ വലിക്കുന്നതായാലും അത് ഹറാമാണ്. ഫയദ്ഖുലു ഫീ ദാലിക്കൽ ഹശീഷത്തു വഗൈറുഹ, അതിൽ ഹഷീഷും പെടും, ഗഞ്ചാവും പെടും, അതുപോലെ തന്നെ MD ഒക്കെ പെടും. നമ്മുടെ കുട്ടികൾക്ക് ഇത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആരാണ് ഇതിന് അനുമതി കൊടുക്കുന്നത്? ഇതിൽ പിടിക്കപ്പെടുന്നവർ എന്തുകൊണ്ടാണ് കർശനമായി ശിക്ഷിക്കാത്തത് ഗവൺമെന്റ്? യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. ഈ ഖംറ് ഉപയോഗിക്കുന്നതിലൂടെ, അത് പാനീയമായാലും ശരി വലിക്കുന്നതായാലും ശരി, ഖംറ് ഉപയോഗിക്കുന്നതിലൂടെ ഷെയ്ത്താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അള്ളാഹു പറയാണ്, അതിൻ്റെ അർത്ഥം ഇതാണ്: മദ്യപാനത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നതിനും ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുന്നതിനും മാത്രമാകുന്നു ഷെയ്ത്താൻ ആഗ്രഹിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ വിരമിച്ചുകൂടെ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇതിൽ നിന്ന് വിരമിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇനിയും നടക്കും.